അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് ആരാധ്യനല്ല, പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാനമാണ്. ഓരോ സുന്നികൾക്കും അഭിമാനിക്കാൻ ഉസ്താദ് നമുക്ക് വലിയ ഒരു സന്ദേശം തന്നെയാണ്. കാന്തപുരം എത്ര സുന്ദരമാണ് നാമം. നിരീശ്വര നിർമ്മതവാദികളും മതനവീകരണവാദികളും വിസർജിക്കുന്ന വിഷബാധയേറ്റ് ലക്ഷ്യം തെറ്റുന്ന യുവതലമുറക്ക് ഒറിജിനൽ ഇസ്ലാമിക് സ്പിരിറ്റ് കുത്തിവെച്ച പ്രഗത്ഭനായ ബിഷഗ്വരനാണ് അദ്ദേഹം. കേരളത്തിലെ ആബാലവൃദ്ധം, ലോകത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് കാന്തപുരം ആവേശമാണെങ്കിൽ, ഇസ്ലാമിക് സ്പിരിറ്റ് കുംഭകോണം നടത്തുന്ന ജമമുജ, കാദിയാനി, തബ്ലീഗ്, ചേകനൂരറ്റ അലവലാദികൾ, കള്ളത്തരീക്കത്തുകാർക്ക് അതൊന്നും പേടി സ്വപ്നം തന്നെയാണ്. ഇൽമിന്റെ സിരാകേന്ദ്രമായ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയുടെ ശില്പിയായ കാന്തപുരം അധികാരിവർഗത്തിന്റെ അടുക്കളപ്പൂച്ചയായി അധപ്പതിക്കാൻ പണ്ഡിതന്മാരെ കിട്ടുകയില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം. സാക്ഷാൽ ഇസ്ലാമിന്റെ ധ്വജവാഹകരായ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ജനമധ്യ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ ഉൽപ്പതിഷ്ണുക്കളോട് എന്നും പടപൊരുതിയ നേതാവാണ് അദ്ദേഹം. അധികാരിവർഗത്തിന്റെ അടുക്കളപ്പൂച്ചയായി അധപ്പതിക്കാൻ പണ്ഡിതന്മാർ നിൽക്കരുതെന്ന് ശാസിച്ചവരാണവർ. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ആശീർവാദവും കുരുത്തവും പൊരുത്തവും അവിടുത്തെ അനുഗ്രഹവുമാണ് കാന്തപുരം ഉസ്താദിന്റെ മെയിൻ ജീവൻ. അവേലത്ത് തങ്ങളുപ്പാപ്പ അടക്കമുള്ള മഹാന്മാർ, ഒരുപാട് ഔലിയാക്കൾ, സാദാത്യങ്ങൾ അവരെ അനുഗ്രഹിച്ചതുകൊണ്ടാണത്. എന്നോട് തന്നെ CM വലിയുല്ലാഹിയുടെ അടുക്ക ചെന്നപ്പോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാന്തപുരത്തിന് ചുറ്റും നിന്ന് വെടിവെച്ചാൽ കൊള്ളൂല, എന്നിട്ടാണോ ആരോപണം കൊള്ളുക. അന്നൊക്കെ കണ്ടമാനം മാപ്പിളനാട്ടിലും പത്രത്തിലും അതുപോലെ മറ്റു പല പത്രങ്ങളിലും സ്റ്റേജിലും പേജിലുമൊക്കെ കാന്തപുരത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം. സത്യമാണോ എന്ന് പലവരും ചിന്തിച്ചു പോയ അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട്. അന്നും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മഹാനവറുകൾ പറഞ്ഞ ചുറ്റും നിന്ന് വെടിവെച്ചാൽ കൊള്ളൂല, പിന്നെയാണോ ആരോപണം കൊള്ളുക. ഞാൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞ് ഞാൻ ഇന്നും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ചെറിയൊരംഗമായ പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ ഞാൻ ആരുമല്ല, പക്ഷെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കാൻ കാരണവും അത് തന്നെയാണ്. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുരുവട്ടൂര് തരീക്കത്ത് പറഞ്ഞ ശൈഖൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സുന്നത്ത് ജമാഅത്ത് ദീന് നടത്താൻ വേണ്ടി ഉള്ളാൾ തങ്ങളെയും ഏപ്പിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് നടത്തും. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം മാറിയപ്പോ, അദ്ദേഹത്തിന്റെ കാഴ്ചകൾ മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറിയതാണ്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് കാഴ്ചകൾ മാറിയപ്പോൾ കാഴ്ചപ്പാട് മാറി. അതാണ് എല്ലാവർക്കും പറ്റിയത്. നമുക്ക് കാഴ്ച മാറുമ്പോൾ കാഴ്ചപ്പാട് മാറും. കാഴ്ചകൾ നല്ലതാവുമ്പോഴേ കാഴ്ചപ്പാടുകൾ നന്നാവുള്ളൂ. അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അതുപോലെ താജുൽ ഉലമ മഹാനവറുകൾ, സത്യത്തിൽ CM സെന്ററിന്റെ അവിടെ ഒരു പരിപാടി വന്നപ്പോഴാണ് ഈ കുരുവട്ടൂര് അബ്ദുള്ള എന്ന വ്യക്തി അവിടെ വന്നപ്പോൾ എല്ലാവരും കൂടി ആർത്തലച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചൊരവസ്ഥ വന്നപ്പോ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോലുള്ള ആളുകൾ ഉണർന്നു പറഞ്ഞത് വളരെ സത്യമായിരുന്നു. നമുക്ക് ദുആ ചെയ്യാൻ നമ്മുടെ താജുൽ ഉലമയും AP ഉസ്താദും സുലൈമാൻ ഉസ്താദൊക്കെ അല്ലേ. പ്രസ്ഥാനത്തിന് ദുആ ചെയ്യാനും ആത്മീയ നേതൃത്വം വഹിക്കാനും പുറത്തുനിന്നൊരാളെ കൊണ്ടുവരേണ്ട ഗതികേട് എന്താണ്? അതൊരു വലിയ ചോദ്യമായിരുന്നു.
ഇവരൊന്നും അതിന് അർഹരല്ല എന്നല്ലേ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോ നമുക്ക് ചിന്തിക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ ഒരവസ്ഥയായിരുന്നു നമുക്ക് ആദ്യം. പക്ഷെ പിന്നീടാണ് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ 40 മുഷാവറ അംഗങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞപ്പോ 40 ആളെ തള്ളണോ അതല്ല ഒരാൾ അംഗീകരിക്കണോ? 40 ആലിമീങ്ങൾ അവരൊരു 24 മണിക്കൂറും ദീനീയ ഖിദ്മത്ത് നടത്തുന്ന, ദർസ് നടത്തുന്ന, ഇൽമു പ്രചരിപ്പിക്കുന്ന, ആയിരക്കണക്കിന് 10,000-കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പണ്ഡിതന്മാർ പറയുന്നതാണോ ശരി? എത്ര കാലം മുതൽ 1987 അല്ല 72 കാലഘട്ടം മുതൽ തുടങ്ങിയ ആക്ഷേപവും കുത്തിത്തിരിപ്പും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ AP ഉസ്താദിനെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. സ്വന്തം അണികളായി നിന്നിരുന്ന കുരുവട്ടൂരും അദ്ദേഹത്തിന് പറ്റില്ല എന്ന് കണ്ടപ്പോ എതിർക്കാൻ തുടങ്ങി. ആ എതിർപ്പൊന്നും ഒരു കാര്യമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. കാന്തപുരത്തെ എതിർത്താൽ കാന്തപുരത്തിനത് ഉയർച്ചയാണ്. കാരണം ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഗസാലിമാൻ പറഞ്ഞ പോലെ ഉഹ്റവിയായ പണ്ഡിതന്റെ ലക്ഷണമാണ് ആക്ഷേപങ്ങൾ ഒരുപാട് വരുന്നു. എല്ലാറ്റിനെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒരു കുഴപ്പമില്ല. പന്ത് നല്ലോണം എറിയുമ്പോൾ സ്പീഡ് അനുസരിച്ച് എറിയണനുസരിച്ച് കൂടുതൽ പൊന്തുമെന്ന് പറഞ്ഞതുപോലെ എത്ര കണ്ട ആരോപണങ്ങൾ വന്നാലും അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനറുകളുടെ ആശീർവാദവും തണലുമാണ് സുൽത്താൻ ഉലമ AP ഉസ്താദിന്റെ കൈമുതൽ. അതിഞ്ഞ് ആര് തട്ടിമാറ്റി എന്തൊക്കെ കുതന്ത്രങ്ങൾ തെരീക്കത്തല്ല, കള്ള വഹാബികളല്ല, ആരെന്തുണ്ടാക്കിയാലും ഒരു ചുക്കും അവിടെ പറ്റൂല എന്ന് തെളിയിച്ചതാണ് 1972 മുതൽ ഇന്നേ വരെ. അതുകൊണ്ട് നമ്മൾ പ്രസ്ഥാനത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കുക, മഹാന്മാരായ പണ്ഡിതന്മാരെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക, ഇളകരുത്, പതറരുത്, ചിതറരുത്. അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതാണോ ഇതാണോ എന്ന് പറഞ്ഞ് ചാടിക്കളിക്കുന്നത് ഒഴിവാക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല വഴിയിൽ ചിന്തിച്ച് മുന്നോട്ടു പോകാൻ, CM വലിയുല്ലാഹി നമ്മോടൊക്കെ പറഞ്ഞതെന്താണോ അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അധികാരിയുടെ മുന്നിൽ ചെല്ലുമ്പോഴും ഏത് രാജാവിന്റെ മുന്നിൽ ചെല്ലുമ്പോഴും ആ കെട്ടിയ തലപ്പാവ് മാറ്റിവെക്കാതെ തലപ്പാവിന്റെ മാഹാത്മ്യത്തോടുകൂടെ ഭരണാധികാരിയുടെ വാതിൽക്കൽ ചെല്ലുന്ന, രാജാവിന്റെ വാതിൽക്കൽ ചെല്ലുന്ന, ഭരണാധികാരികളുടെ വാതിൽക്കൽ ചെല്ലുന്ന, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ തന്റേടമുള്ള കെൽപ്പുള്ള പണ്ഡിതനാരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയല്ലേയുള്ളൂ. അത് സുൽത്താനുൽ ഉലമ ശൈഖുനാ ശൈഖുസ്സമാൻ, ഈ കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ്. റബ്ബേ, ആ കരങ്ങൾക്ക് നീ ശക്തി പകർന്നു കൊടുക്കുക. അല്ലാഹ് അല്ലാഹ് റബ്ബുനല്ലാഹ് അല്ലാഹ് അല്ലാഹ് ഹസ്ബുനല്ലാഹ് നഹ്മദുല്ലാഹ് നശ്കുറുല്ലാഹ് ذلك فضل من الله.